ഹലോ, ഞാൻ ഡോക്ടർ മർജാന ഷുക്കൂർ. ഞാൻ മാഹി ഡെൻ്റൽ കോളേജിലെ ഡോക്ടറാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മൗത്ത് വാഷിനെ കുറിച്ചാണ്. വായിലെ അണുക്കളെ നീക്കം ചെയ്ത് വായ വൃത്തിയായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ലിക്വിഡാണ് മൗത്ത് വാഷ്. വായിലെ അണുക്കളെ നീക്കം ചെയ്യാൻ, വായിലെ ദുർഗന്ധം അകറ്റാൻ, മോണരോഗം തടയാൻ, ദന്തക്ഷയം, സെൻസിറ്റിവിറ്റി എന്നിവ കുറക്കാനും മൗത്ത് വാഷ് ഉപയോഗിക്കുന്നു. പൊതുവെ 3 തരം മൗത്ത് വാഷുകളാണ് ഉള്ളത്. ഒന്നാമതായി ആൻറ്റിസെപ്റ്റിക് മൗത്ത് വാഷ്. മോണരോഗമുള്ളവർക്ക് മോണയിലെ ബ്ലീഡിംഗ്, മോണ വീക്കം, വായിലെ ദുർഗന്ധം എന്നിവ അകറ്റാനാണ് ഈ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത്. രണ്ടാമതായി ആൻറ്റി കാവിറ്റി മൗത്ത് വാഷ്. പല്ലിൽ കേടുവരാതിരിക്കാനും ഉമിനീരിൻ്റെ അളവ് കുറവുള്ളവർക്കുമായി ഫ്ലൂറൈഡ് അടങ്ങിയ ഈ മൗത്ത് വാഷാണ് യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. മൂന്നാമതായി ആൻറ്റി സെൻസിറ്റിവ് മൗത്ത് വാഷ്. പല്ലിലെ പുളിപ്പ് കുറക്കാനാണ് പൊതുവെ ഈ മൗത്ത് വാഷ് നിർദ്ദേശിക്കുന്നത്. ബ്രഷ് ചെയ്ത് അരമണിക്കൂർ ആയതിനു ശേഷം മൗത്ത് വാഷ് വായിലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ 30 മുതൽ 60 സെക്കൻഡ് വരെ കവിളിയതിനു ശേഷം തുപ്പുക. മൗത്ത് വാഷ് യൂസ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പാടുള്ളൂ. ആഴ്ചയിൽ 2-3 തവണ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നതാണ് ഉത്തമം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മൗത്ത് വാഷ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. മൗത്ത് വാഷ് ബോട്ടിൽ കൊടുത്തിട്ടുള്ള അളവ് അനുസരിച്ച് മാത്രം മൗത്ത് വാഷ് ഉപയോഗിക്കുക. എന്നിരുന്നാലും ബ്രഷ് ചെയ്യുന്നതിനോ ഫ്ലോസ് ചെയ്യുന്നതിനോ പകരമാവില്ല മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.